ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ ആദായവിലയിൽ മെഴുകുതിരി വിൽപ്പന നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേതലയിലാണ് മെഴുകുതിരി വിൽപ്പന നടത്തിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ സി അനസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പുസ്തകം വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവനായി ഫ്രീ ആയി നൽകുന്നതാണ് മെഴുകുതിരി. ഫ്രീ ആയി നൽകുന്നതാണ് കേരളത്തെ ഇരുട്ടിലാക്കിയ ഇന്ദിരാഘട്ട് പോക്കി സർക്കാരിന്റെ പവർ കട്ടിന് പരിഹാരമായി ആദായവിലയിൽ മെഴുകുതിരി വിൽപ്പന എന്ന പേരിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരുവാരക്കുണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ സി അനസ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ഒരുപക്ഷെ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന ഘട്ടത്തിൽ ഫ്രാൻസിന്റെ കളി നടക്കുമ്പോൾ എംബാബെ ഗോളടിക്കുന്ന ഘട്ടത്തിലായിരിക്കും കറണ്ട് പോവുക. അർജന്റീനയുടെ അതിപ്രധാനമായ മത്സരം നടക്കുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞുമ്പോൾ കറണ്ട് പോവും. കറണ്ട് പോയതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കറണ്ട് വരുമ്പോൾ അർജന്റീന തോറ്റിരിക്കും. അവസാനം വിസിൽ ഊതുന്ന ഘട്ടത്തിൽ കറണ്ട് വീണ്ടും വരും. അപ്പോൾ അർജന്റീന വീണ്ടും വിജയിച്ചിരിക്കും. അങ്ങനെ വേൾഡ് കപ്പ് ഫുട്ബോളിനെ വരെ ബാധിക്കുന്ന തരത്തിൽ, കേരളത്തിലെ യുവാക്കളെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അടിച്ചു വെച്ച് കേരള ജനതയെ ആകെ ഇരുട്ടിലാക്കുന്ന സമീപനമാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചു പോരുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് പോലും വൈദ്യുതി ഇല്ലാതാകുന്നത് കടുത്ത പ്രതിഷേധങ്ങൾക്കാണ് കാരണമാകുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു. കാരണം എം.എം. മണി മന്ത്രിയായിരിക്കുന്ന സമയത്തായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് കൊണ്ടുവന്നത്. അതിലൂടെ പൈസ കൊടുത്ത് കറണ്ട് വാങ്ങാൻ കഴിയാത്ത ഈ ചങ്ങായൊക്കെ എന്തിനാ ഇവിടെ കുത്തിരിക്കണമെന്നില്ല. നാണോ മാനോ ഇല്ലാത്ത ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, സാധാരണ കാണുന്നത് പോലെ തന്നെ ജനറേറ്ററും ഇൻവെർട്ടറും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഫുട്ബോൾ കളി കാണാനിരിക്കും. 1 മിനിറ്റ് നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ യുവജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഡിവൈഎഫ്ഐ KSEB ഓഫീസിലേക്കല്ല, നിങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു വരവുണ്ടാവും. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഫുട്ബോൾ ഫറോറ സൂചിപ്പിച്ചു, ഫുട്ബോൾ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 1 മിനിറ്റല്ല 1/2 സെക്കൻഡ് കറണ്ട് പോയി കഴിഞ്ഞാൽ, ഒരു കാരണവുമില്ലാതെ പ്രകൃതിക്ഷോഭമൊന്നും ഇല്ലാതെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഡിവൈഎഫ്ഐ എന്താണെന്നുള്ളത്, മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലെയും കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഡിവൈഎഫ്ഐ എന്താണെന്നുള്ളതൊക്കെ UDF സർക്കാർ അറിയാൻ പോകുന്നതേ ഉള്ളൂ. മേഖലാ സെക്രട്ടറി പി കെ ആനന്ദ്, പ്രസിഡന്റ് ഫർഹാൻ കുട്ടത്തി, ഹരിമങ്കട, ഇ അഭിനവ്, ഇ അനന്തു, പി ക്രിസ്റ്റിൻ, പി ശരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.